പീസ് എന്ന് പറഞ്ഞ ആനിമെ സീരീസിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ലൂഫി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇഫ് ഐ ക്യാൻ, ഐ ആം ഡൂയിങ് ദിസ് ബിക്കോസ് ഐ വാണ്ട് ടു. സോ ഇഫ് ഐ ഡൈ ഫൈറ്റിംഗ് ഫോർ ദാറ്റ്, ദെൻ ദാറ്റ്സ് ഫൈൻ വിത്ത് മീ. എൻ്റെ ചാനൽ തുടർച്ചയായി ഫോളോ ചെയ്യുന്നവർക്കറിയാം, കഴിഞ്ഞ ഒരു 4-5 മാസത്തോളം ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്നെ തിരികെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു കോട്ടായിരുന്നു. എനിക്ക് കഴിയോ ഇല്ല എന്നുള്ളതിലല്ല, ഞാനത് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണ്. പക്ഷെ ഇത് ചെയ്ത് എനിക്കൊരു എൻ്റെ റിവാർഡൊന്നും കിട്ടിക്കോളണമെന്നില്ല. എങ്കിലും ഇതിന് ഈ ഒരു ഡ്രീം പെർസ്യൂ ചെയ്തു എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്കിലും എനിക്ക് കിട്ടും, അല്ലേ? നമുക്ക് ജീവിതത്തിൽ പലർക്കും പല ഡ്രീംസ് ഉണ്ടാവും, പക്ഷേ എല്ലാവരും അതൊന്നും ഫോളോ ചെയ്യാറില്ല പല കാരണങ്ങൾ കൊണ്ട്. മേ ബി അതിൽ നമ്മൾ അത്ര നന്നായിട്ട് ചെയ്യാനും കൂടി നമുക്ക് അറിയണമെന്നില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ പലരും ചെയ്യാത്തത്. പക്ഷേ ലൂഫി പറയുന്നത് ഇതാണ്: യു ഹാവ് ടു ഡു ഇറ്റ് ബിക്കോസ് യു വാണ്ട് ടു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഗുഡാണോ ബാഡാണോ എന്ന് നോക്കണ്ട, മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നോക്കണ്ട. നിങ്ങൾക്കത് സന്തോഷം തരുന്നുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ സാധാരണ ഒരു ആനിമയിലെ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല മസിലൊക്കെ ഉള്ള നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരാളായിരിക്കും സാധാരണ ഒരു മെയിൻ ഹീറോ ആയിട്ട് എടുക്കുക. എന്നാൽ ഇവിടെ ലൂഫിക്ക് അങ്ങനത്തെ യാതൊരു ഇതുമില്ല. ആദ്യമായിട്ട് വൺ പീസ് കാണുന്ന ഒരാൾ ഇതാണോ മെയിൻ ക്യാരക്ടർ എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു രൂപമാണ് ഇതിൻ്റെ റൈറ്റർ കൊടുത്തിട്ടുള്ളത്. അത് തന്നെ കൺവേ ചെയ്യുന്നത് എന്താ, ആരെക്കൊണ്ടും എന്തും സാധിക്കുമെന്ന്. അതാണ് ഈ ലൂഫിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുടെ ഡ്രീം ഫോളോ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂടി ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. കൂടെയുള്ളവരോടൊക്കെ അവരുടെ ഡ്രീംസ് ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ ഈ ഓഡ എന്ന് പറഞ്ഞ ഇതിൻ്റെ റൈറ്റർ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ഒരു മാങ്ങ എഴുതിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇത്ര കൺസിക്യൂട്ടീവായിട്ട് ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ പെർസീവറൻസ് സ്ഥിരമായിട്ട് നെവർ ഗിവ് അപ്പ് ചെയ്യാണ്ട് ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആളുടെ ഒരു ഇൻസ്പിറേഷൻ നോക്കുക. ഈ റൈറ്റർ പോലും ഈ ഒരു ആനിമയിൽ നമുക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട് എന്നുള്ളതാണ്.